Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ചുള്ളി മതസൗഹാർദ്ദ ദേശവിളക്ക് ദേശമഹോത്സവമായി ആഘോഷിച്ചു. നാനാജാതി മതസ്ഥർ ഒരേ മനസ്സോടെ അണിനിരുന്ന താലഘോഷയാത്രയോടെയാണ് ദേശവിളക്ക് ആരംഭിച്ചത്. ചുള്ളി സെന്റ് ജോർജ് പള്ളിയുടെ മുറ്റത്തു നിന്നും ഇടവക വികാരി ഫാദർ ഷനു മുനേലി ദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് ആരംഭമായത്. ഞാനെന്ന ഈ ദേശവിളക്ക് മതസൗഹാർദ്ദ ചുള്ളി ദേശവിളക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു. ഞാൻ വന്ന നോട്ടീസും സപ്ലിമെന്റിലും ഒന്ന് പരതി നോക്കി. അതിലെനിക്ക് ശ്രദ്ധിച്ച 2-3 വാക്യങ്ങളുണ്ട്. ഒന്നാമത്തെ വാക്യം സ്നേഹമാണ്. രണ്ടാമത്തെ വാക്യം സാഹോദര്യമുണ്ടാകാൻ. എനിക്ക് തോന്നുന്നു ഇന്ന് സമൂഹത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും ഉണ്ടാകാനായിട്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഏറെ ഉപയോഗിക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് വന്ന വേറൊരു വാക്യം എന്ന് പറയുന്നത് ഒരു മനസ്സോടെ ജീവിക്കേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുക എന്നുകൂടി ഇതിനുണ്ട്. ചിന്തുപാട്ടിന്റെയും ശിങ്കാരിമേളത്തിന്റെയും കാവടിയുടെയും അകമ്പടിയോടെ താലഘോഷയാത്രയും ദീപാരാധനയും നടത്തി. ചുള്ളി ഇടവക വികാരി ഫാദർ ഷനു മുനേലി, ഒലിവ് മൗണ്ട് ഇടവക വികാരി ഫാദർ എബിൻ, വാർഡ് മെമ്പർ വർഗീസ് മാണിക്കത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു, മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ഒരു ദേശവിളക്കിന് സഹകരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അഭിമാനമാണ്. അതിലുപരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തറവാട്ട് മഹിമ അല്ലെങ്കിൽ തറവാട്ട് പേരിൽ അറിയപ്പെടുന്നതിലുപരി എനിക്ക് ഇന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും ഞാനൊരു ചുള്ളിക്കാരനാണ്. കാരണം അതിൻ്റെ ഐക്യമാണ്, അതിൻ്റെ ആ ഒരു പ്രകമ്പനമാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയണ ആ ഒരു ആഘോഷമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം ഒരുപറ്റം ജനങ്ങളെ എല്ലാ മതസ്ഥരും കൂടിക്കൊണ്ട് മാസങ്ങളോളം ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത് വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം മതസൗഹാർദ്ദങ്ങൾ നമ്മുടെ നാടിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും ഇതിവിടെ നിലനിർത്തി തുടർ വർഷങ്ങളിലും വലിയ ആഘോഷങ്ങളാക്കി മാറ്റണമെന്നും പൊതുസമൂഹത്തിന് വലിയൊരു സന്ദേശമായി മാറണം. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന ആരാണെന്ന് അറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഒരുപാട് സൗഹൃദങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലൊക്കെ 5000 ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റാത്തത് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാ, അല്ലെങ്കിൽ എന്റെ ദേശത്ത് എന്റെ നാട്ടിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആളെ കണ്ടുമുട്ടുമ്പോൾ ആള് അപരിചിതരായിട്ട് നമ്മൾ തോന്നുകയാണ്. തുടർന്ന് ചിന്ത്, ശാസ്താംപാട്ട്, എതിരേൽപ്പ്, ആഴിപൂജ, ഭക്തജനങ്ങൾക്ക് അന്നദാനം എന്നിവയൊരുക്കി.